Hi students, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 ചാപ്റ്റർ 1 നമ്പർ സിസ്റ്റംസിലെ പാർട്ട് 1നെ ബേസ് ചെയ്തിട്ടുള്ള സോൾവ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് നമ്മൾ റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, ദെൻ നാച്ചുറൽ നമ്പർ, ഇൻഡിജേഴ്സ്, ഹോൾ നമ്പേഴ്സ് ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള സോൾവ് പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, is 0 a rational number? Can you write it in the form p by q where p and q are integers and q not equal to 0? അപ്പോൾ 0 എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണോ? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 0നെ നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒരു നമ്പർ ആണല്ലോ 0 എന്ന് പറയുന്നത്. p by q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ? where q not equal to 0. ഈ ഒരു ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷൻ നോക്കാം. അതായത് 0 എന്ന് പറയുന്നത് റാഷണൽ നമ്പർ തന്നെയാണ് അല്ലേ. കാരണം നമുക്കറിയാം ഒരു റാഷണൽ നമ്പർ, അതായത് ഇപ്പോൾ 0 എന്ന് പറയുന്നത് ഏതൊരു നമ്പർ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സപ്പോസ് 0 ഡിവൈഡഡ് ബൈ 1 അല്ലെങ്കിൽ 0 ഡിവൈഡ് ബൈ 21. ഇത് എങ്ങനെ ചെയ്താലും നമുക്ക് വാല്യൂ എന്താ കിട്ടുക? 0 തന്നെയാണ് കിട്ടുക. ക്ലിയർ അല്ലേ? സോ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ p by q ഫോം വേർ q എന്ന് പറയുന്നത് എന്താ? നോട്ട് ഈക്വൽ ടു 0 തന്നെയാണ് ഇവിടെ അല്ലേ. ശരിയല്ലേ? സോ നമുക്ക് 0നെ നമുക്ക് ഇതേപോലെ p by q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് 0 ഇസ് എ റാഷണൽ നമ്പർ ബിക്കോസ് any number that can be divided by 0 is equal to 0. അപ്പോൾ നമുക്ക് ആ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. Second question, find 6 rational numbers between 3 and 4. അപ്പോൾ 3ഉം 4ഉം ആണ് രണ്ട് നമ്പേഴ്സ് വന്നിരിക്കുന്നത്. അതിന്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള 6 റാഷണൽ നമ്പേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ എന്താ എടുക്കേണ്ടത്? അതായത് ഈ 6 എത്ര റാഷണൽ നമ്പേഴ്സ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 6 ആണ് അല്ലെ. അപ്പോൾ 1 അതിന്റെ കൂടെ ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 6 plus 1 is equal to 7. ഇനിയിപ്പോൾ ഈ 7 എന്നുള്ള വാല്യൂ ഇതിനെയാണ് നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് ഇപ്പോൾ തന്നിരിക്കുന്ന ഈ 3നെയും 4നെയും എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്. അതായത് 3 and 4നെ ഡിനോമിനേറ്റർ 7 ആയിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണം? ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ബൈ 7 ചെയ്യണം ഈ 3 and 4ന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ 3നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. 3 into 7 by 7 ചെയ്യാം. അതായത് ന്യൂമറേറ്ററിൽ 3 into 7 അതെന്ന് പറയുന്നത് 21 ആണ്. അതുപോലെ ഡിവൈഡ് ബൈ 7. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ 7 ആയിട്ട് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്തു. ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? 21 ആണ്. ക്ലിയർ ആയല്ലോ? അതേപോലെ തന്നെ 4നെ അതേപോലെ എക്സ്പ്രസ് ചെയ്യാം. 4 into 7 by 7 ചെയ്യാം. ദാറ്റ് ഇസ് 7 into 4 എന്ന് പറയുന്നത് 28 ഡിവൈഡഡ് ബൈ 7. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ നമ്പേഴ്സ്, അതായത് 3 and 4നെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഈക്വലന്റ് റാഷണൽ നമ്പേഴ്സ് തന്നെയാണത് അല്ലെ. കാരണം ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനെ സെയിം വാല്യൂ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. സോ 21 by 7ഉം 28 by 7. ഇനി എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്ററിനെ 1 കൊണ്ട് ആഡ് ചെയ്യുക. അതായത് 1 by 1. ഇപ്പോൾ നെക്സ്റ്റ് നമ്പർ 21 by 7ന്റെ നെക്സ്റ്റ് നമ്പർ കിട്ടാൻ 21 plus 1 ചെയ്യാം. അതാണ് ന്യൂമറേറ്റർ. ദാറ്റ് ഇസ് 22 by 7 ആണ് നെക്സ്റ്റ് നമ്പർ. അപ്പോൾ അടുത്തത് കിട്ടാൻ 22 plus 1 ചെയ്യാം. ദാറ്റ് ഇസ് 23 by 7. ക്ലിയർ ആയല്ലോ? ഇതുപോലെ 6 എണ്ണം കണ്ടുപിടിക്കാം. അപ്പോൾ ഏതൊക്കെ വരിക? 22 by 7, 23 by 7, 24 by 7, 25 by 7, 26 by 7 and finally 27 by 7. ഈ പറഞ്ഞ എല്ലാ റാഷണൽ നമ്പേഴ്സും ഏതിന്റെ ഇടയിലായിരിക്കും? 3 and 4ന്റെ ഇടയിലായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആദ്യം എത്ര റാഷണൽ നമ്പേഴ്സ് കണ്ടുപിടിക്കണം, ആ വാല്യൂന്റെ കൂടെ 1 ആഡ് ചെയ്യാം. അതെന്നിട്ട് ഡിനോമിനേറ്റർ ആയിട്ട് തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഇപ്പോൾ 3ഉം 4 ആണെങ്കിൽ 3 ഡിവൈഡഡ് ബൈ 7 എന്ന് ചെയ്യാൻ പറ്റില്ല, ഇൻറ്റു 7 by 7 ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ചേഞ്ച് ആവും അല്ലേ. അതേപോലെ രണ്ട് നമ്പേഴ്സിനെ എക്സ്പ്രസ് ചെയ്യാം. എന്നിട്ട് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് നമ്പർ ന്യൂമറേറ്റർ 1 by 1 ആഡ് ചെയ്യാം. അപ്പോൾ എത്ര റാഷണൽ നമ്പേഴ്സ് ഉണ്ട് അത്രയും നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് 5 റാഷണൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 by 5 and 4 by 5. ഇവിടെ ഇപ്പോൾ ഓൾറെഡി റാഷണൽ ഫോമിലാണ് തന്നിരിക്കുന്നത്. നേരത്തെ ഇപ്പോൾ നമ്മൾ 2ഉം 3ഉം അല്ലെങ്കിൽ 3ഉം 4ഉം പറഞ്ഞിട്ട് 3ഉം 4 ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോൾ 3 and 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താ? 3 ഡിവൈഡഡ് ബൈ 1, 4 ഡിവൈഡ് ബൈ 1. ഇതും p by q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാവുന്ന റാഷണൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, ജസ്റ്റ് 3 and 4 എന്ന് നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട. നമുക്ക് p by q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതും ഡിനോമിനേറ്റേഴ്സ് നോൺ സീറോ ആണ്. സോ അതും റാഷണൽ നമ്പേഴ്സ് തന്നെയാണ്. ക്ലിയർ ആയോ? ഇവിടെ ഓൾറെഡി ഇപ്പോൾ വേറെ രണ്ട് റാഷണൽ നമ്പേഴ്സ് തന്നിരിക്കുന്നത് 3 by 5ഉം 4 by 5ഉം. ഇൻ ബിറ്റ്വീൻ ആയിട്ട് എത്ര റാഷണൽ നമ്പേഴ്സ് കാണണം? 5 ആണ് കാണേണ്ടത്. സോ 5 plus 1 എത്രയാ? 6. അപ്പോൾ തന്നിരിക്കുന്ന ആ ഒരു വാല്യൂ 5 plus 1 6. ഇത് നമ്മൾ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കാം. ക്ലിയർ ആയോ? അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ
3/5 നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 6/6 ചെയ്യാം. സിമിലർലി 4/5 ഇൻറ്റു 6/6 ചെയ്യാം. സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ നമുക്ക് 3/5 ഇൻറ്റു 6/6, അപ്പോൾ ന്യൂമറേറ്റേഴ്സ് ഇതേപോലെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 18/30 കിട്ടും. അതായത് 3 ഇൻറ്റു 6 18, 5 ഇൻറ്റു 6 30. സോ 18 ഡിവൈഡഡ് ബൈ 30. സിമിലർലി 4/5 ഇൻറ്റു 6/6 എന്ന് പറയുന്നത് 4 ഇൻറ്റു 6 24 ആണ്. ഡിവൈഡ് ബൈ 6 ഇൻറ്റു 5 30. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യനിൽ തന്നത് 3/5 ആൻഡ് 4/5 ആണ്. അതിനെ നമ്മൾ എങ്ങനെയായിട്ട് എക്സ്പ്രസ് ചെയ്തു? 18/30 ആൻഡ് 24/30. സോ അറ്റ് പ്രസന്റ് ഇതാണ് നമ്മുടെ റാഷണൽ നമ്പേഴ്സ്. ഇനി ഇതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമുക്ക് എത്ര 5 റാഷണൽ നമ്പേഴ്സ് ആണ് കാണേണ്ടത്. സോ എന്ത് ചെയ്യണം? ന്യൂമറേറ്റേഴ്സ് 1 by 1 ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് 19/30, 20/30, 21/30, 22/30 ആൻഡ് 23/30. ഇപ്പോൾ ടോട്ടൽ 5 ആയില്ലേ? 1 2 3 4 5. അപ്പോൾ ഈ പറഞ്ഞ എല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ്, നമുക്ക് ആവശ്യമുള്ള റാഷണൽ നമ്പേഴ്സ്. അതും ഓൾ ദീസ് ലൈ ഇൻ ബിറ്റ്വീൻ 3/5 ആൻഡ് 4/5. Next question. State whether the following statements are true or false. Give reasons for your answers. First statement ആണ് every natural number is a whole number. Okay. Second one, every integer is a whole number. Third statement, every rational number is a whole number. അപ്പോൾ നമുക്ക് explanation solution നോക്കാം. First statement എന്താ? Every natural number is a whole number. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറും ഒന്ന് നോട്ട് ചെയ്യാം. നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറും. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് 1 to infinity ആണ്. ഹോൾ നമ്പേഴ്സ് ഉണ്ട് 0 to infinity ആണ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താ? ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആർ ഹോൾ നമ്പേഴ്സ്. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ നോർമലി ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിലും നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട് ഇൻക്ലൂഡഡ് ഇൻ ഹോൾ നമ്പേഴ്സ് ആണ്. കാരണം ഇപ്പോൾ നാച്ചുറൽ നമ്പറിന്റെ ഒപ്പം 0 എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹോൾ നമ്പറായി. സോ 1 to infinity ഉള്ളത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതെന്തായാലും ഹോൾ നമ്പേഴ്സിലുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, എവറി ഇൻഡിജർ ഇസ് എ ഹോൾ നമ്പർ. എല്ലാ ഇൻഡിജേഴ്സും, ഓരോ ഇൻഡിജറും ഹോൾ നമ്പർ ആണ്. അത് ശരിയാണോ? അല്ല, ഫോൾസ് ആണല്ലേ. കാരണം എന്താ? ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ ഹോൾ നമ്പേഴ്സോ പോസിറ്റീവ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ക്ലിയർ ആയല്ലോ? സോ ഇറ്റ് ഈസ് ക്ലിയർ, ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ഇസ് ഫോൾസ്. അതായത് നമുക്ക് എല്ലാ ഇൻഡിജറും ഹോൾ നമ്പർ ആകാൻ പറയാൻ പറ്റില്ല. പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ നെഗറ്റീവ് വാല്യൂസും ഇൻഡിജേഴ്സിൽ വരുന്നുണ്ട്, അതുകൊണ്ട് അത് ഹോൾ നമ്പർ ആയിരിക്കില്ല. സോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ട്രൂ ആണ്, സെക്കൻഡ് വൺ ഫോൾസ് ആണ്. ലാസ്റ്റ് വൺ, തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ തന്നിരിക്കുന്നത്? എവറി റാഷണൽ നമ്പർ ഇസ് എ ഹോൾ നമ്പർ. എല്ലാം റാഷണൽ നമ്പറും ഒരു ഹോൾ നമ്പർ ആണ്. അതും തെറ്റാണ് അല്ലെ? ക്ലിയർ ആണ്. ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ഫോൾസ്. കാരണം എന്താ? ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ 9/11, 5/7 ഈ പറഞ്ഞ ഫ്രാക്ഷൻസ് എല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ്. പക്ഷെ ഹോൾ നമ്പേഴ്സ് ആണോ ഇത്? അല്ല. ഹോൾ നമ്പേഴ്സിൽ ഒരിക്കലും ഫ്രാക്ഷൻസ് ഡെസിമൽസ് ഒന്നും വരില്ല. ക്ലിയർ ആയല്ലോ? സോ fractions like 9/11, 5/7 ഈ വാല്യൂസ് എല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ്, ബട്ട് ദേ ആർ നോട്ട് ഹോൾ നമ്പേഴ്സ്. അത് കാരണം നമുക്ക് ഒരിക്കലും എവറി റാഷണൽ നമ്പർ ഹോൾ നമ്പർ ആണെന്ന് പറയാൻ പറ്റില്ല. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾസോ ഫോൾസ്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എവറി നാച്ചുറൽ നമ്പർ ഇസ് എ ഹോൾ നമ്പർ, അത് ട്രൂ ആണ്. സെക്കൻഡ് വൺ എവറി ഇൻഡിജർ ഇസ് എ ഹോൾ നമ്പർ, ഫോൾസ് ആണ്. കാരണം എന്താ? നെഗറ്റീവ് വാല്യൂസും കൂടി വരും, അത് ഹോൾ നമ്പേഴ്സ് അല്ല. തേർഡ് വൺ എവറി റാഷണൽ നമ്പർ ഇസ് എ ഹോൾ നമ്പർ, അത് ഫോൾസ് ആണ്. കാരണം റാഷണൽ നമ്പേഴ്സ് ഉണ്ട്, ഇപ്പോൾ ഫ്രാക്ഷൻസ് ഒക്കെ നമുക്ക് റാഷണൽ നമ്പേഴ്സ് ആണ്, പക്ഷെ ഹോൾ നമ്പേഴ്സ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്, ജസ്റ്റിഫൈ യുവർ ആൻസേഴ്സ്. 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല നമുക്ക് ആൻസർ ജസ്റ്റിഫൈ ചെയ്യണം. വി മസ്റ്റ് എക്സ്പ്ലെയിൻ വൈ ഇറ്റ് ഇസ് ട്രൂ ഓർ ഫോൾസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് എവറി റാഷണൽ നമ്പർ ഇസ് എ റിയൽ നമ്പർ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ സ്റ്റേറ്റ്മെന്റ് വൈസ് നോക്കാം. അത് ശരിയാണോ? എവറി റാഷണൽ നമ്പർ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണ്, ട്രൂ ആണ് അല്ലെ? കാരണം എന്താ? റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ബോത്ത് റാഷണൽ ആൻഡ് ഇറാഷണൽ ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എല്ലാം, ഓരോ ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നതും റിയൽ നമ്പർ എന്ന് പറയാൻ പറ്റും. കാരണം റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് തന്നെ ഇതിൽ റാഷണലും വരും, അതുപോലെ ഇറാഷണലും വരും. അഗെയിൻ ബാക്കി നമ്പേഴ്സും ഉണ്ട്. നമ്പർ സിസ്റ്റം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ നമുക്ക് പറയാൻ പറ്റും എവറി ഇറാഷണൽ നമ്പർ ഇസ് എ റിയൽ നമ്പർ ഓൾസോ. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, സോ ദിസ് വൺ ഇസ് ട്രൂ.
ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. എവറി പോയിന്റ് ഓൺ ദ നമ്പർ ലൈൻ is of the form square root m where m is a natural number. അപ്പോൾ തന്നിരിക്കുന്ന m എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. അത് മാത്രമല്ല നമുക്ക് നമ്പർ ലൈനിലെ ഓരോ പോയിന്റ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് m ഫോമിൽ നമുക്ക് അങ്ങ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഇറ്റ് ഈസ് ഫോൾസ് അല്ലേ? കാരണം എന്താ, ഇപ്പൊ നമ്മൾ m എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞു നാച്ചുറൽ നമ്പർ ആണ്. ഈ m എന്ന് പറയുന്നത് ഇപ്പൊ സപ്പോസ് നമുക്ക് സ്ക്വയർ റൂട്ടിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് there may be negative values. m ന് ഇപ്പൊ നെഗറ്റീവ് വാല്യൂസ് വന്നൂടെ അല്ലെ? ഇപ്പൊ 2 എന്നുള്ളത് -2 വരാം അല്ല -5 വരാം. സോ m ന് നെഗറ്റീവ് വാല്യൂസ് വരാം. ഇൻ ദാറ്റ് കേസ് സ്ക്വയർ റൂട്ട് ഓഫ് m എന്നുള്ളത് എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് -m ആവും അല്ലെ? നെഗറ്റീവ് വാല്യൂസ് അല്ലേ? പക്ഷേ സ്ക്വയർ റൂട്ട് ഓഫ് -m എന്നുള്ളത് ഇവിടെ പോസിബിൾ അല്ല. കാരണം എന്താ, m ഓൾറെഡി നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഫോൾസ്. സോ ഇത് ഫോൾസ് ആണ്. ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. എവറി റിയൽ നമ്പർ ഇസ് ആൻ ഇറാഷണൽ നമ്പർ. ശ്രദ്ധിക്കണം, സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂസ്ഡ് ആവരുത്. എവറി റിയൽ നമ്പർ ഇസ് ആൻ ഇറാഷണൽ നമ്പർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു റിയൽ നമ്പർ, ഈ ഡയഗ്രാം നോക്കിയാൽ അറിയാം, റിയൽ നമ്പറിൽ ബോത്ത് റാഷണലും ഇറാഷണലും ഉണ്ട്. ഓരോ റിയൽ നമ്പറും, എല്ലാം റിയൽ നമ്പറും നമുക്ക് ഇറാഷണൽ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, റാഷണലും ഇറാഷണലും എല്ലാം കൂടിയിട്ടുള്ളതാണ് റിയൽ നമ്പേഴ്സ്. So as real numbers also contain rational numbers, we cannot say that every real number is an irrational number. So our statement false ആണ്. ക്ലിയർ ആയല്ലോ? നമുക്ക് ജസ്റ്റ് ഒന്നുകൂടി പറയാം. അതായത് എവറി ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് റിയൽ നമ്പർ ആണോ? ട്രൂ ആണ് അല്ലെ? കാരണം നമുക്ക് അറിയാം ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ബോത്ത് റിയൽ നമ്പേഴ്സിൽ ബോത്ത് റാഷണലും ഇറാഷണലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഓരോ ഇറാഷണൽ നമ്പറും, എല്ലാം ഇറാഷണൽ നമ്പറും നമുക്ക് റിയൽ നമ്പറാണ്. നേരെ തിരിച്ചാണ് പോസിബിൾ അല്ലാത്തത്. ഓക്കെ, ജസ്റ്റ് കോൺവേഴ്സ് ഇസ് നോട്ട് ട്രൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എവറി പോയിന്റ് ഓൺ ദ നമ്പർ ലൈൻ ഇസ് ഓഫ് ദ ഫോം സ്ക്വയർ റൂട്ട് m. m എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ ആണ്. ദിസ് ഇസ് നോട്ട് പോസിബിൾ ബിക്കോസ് m ക്യാൻ ടേക്ക് നെഗറ്റീവ് വാല്യൂസ് അല്ലെ? ബട്ട് സ്ക്വയർ റൂട്ട് ഓഫ് -m അപ്പോൾ അവിടെ എന്താവും? പോസിബിൾ അല്ല. നമ്മൾ ഓൾറെഡി നാച്ചുറൽ നമ്പർ ആണെന്ന് m പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് വൺ, എവറി റിയൽ നമ്പർ ഇസ് ആൻ ഇറാഷണൽ നമ്പർ. ജസ്റ്റ് നേരെ ഓപ്പോസിറ്റ് ആണ് വന്നിരിക്കുന്നത് അല്ലെ? എല്ലാം ഇറാഷണലും ഇതേപോലെ നമുക്ക് എല്ലാം ഇറാഷണലും റിയൽ ആണെന്ന് ചോദിച്ചാൽ കറക്റ്റ് ആണ്. പക്ഷെ എല്ലാം റിയൽ നമ്പേഴ്സും ഇറാഷണൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ്റ്റേക്ക്, മീൻസ് ഇറ്റ്സ് എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ബിക്കോസ് റിയൽ നമ്പേഴ്സ് കണ്ടെയ്ൻ ബോത്ത് റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലല്ലോ. റിയൽ എന്ന് പറയുമ്പോൾ റാഷണലും ഇറാഷണലും എല്ലാം വരും. നമുക്കിപ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും റാഷണൽ ആണെന്ന് പറയാൻ പറ്റില്ല, എല്ലാ റിയൽ നമ്പേഴ്സും ഇറാഷണൽ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നേരെ തിരിച്ച് കോൺവേഴ്സ് കറക്റ്റ് ആയിരിക്കും. കാരണം ഓരോ റാഷണൽ നമ്പറും റിയൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഓൾസോ ട്രൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആർ ദ സ്ക്വയർ റൂട്ട്സ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഇറാഷണൽ? അതായത് എല്ലാ പോസിറ്റീവ് ഇൻഡിജേഴ്സിന്റെയും സ്ക്വയർ റൂട്ട് ഇറാഷണൽ ആണോ? അതാണ് ചോദിച്ചിട്ടുള്ളത്. ഇഫ് നോട്ട്, ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ ദാറ്റ് ഇസ് എ റാഷണൽ നമ്പർ. അപ്പോൾ സപ്പോസ് ഇത് ട്രൂ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ കൊടുക്കണം. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ റാഷണൽ നമ്പർ കിട്ടുന്ന രീതിയിലുള്ള എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഇൻഡിജർ എടുക്കാം, അതായത് +4 അല്ലെ? ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 നമ്മൾ പോസിറ്റീവ് വാല്യൂസ് ആണ് ഓൾറെഡി കൺസിഡർ ചെയ്യണമെങ്കിൽ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറയുന്നത് -2 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, +2 മാത്രം കൺസിഡർ ചെയ്യാം. ഈ 2 എന്ന് പറയുന്ന വാല്യൂ റാഷണൽ അല്ലേ? ഇറാഷണൽ ആണോ? അല്ല. കാരണം 2 എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് 2/1. ഇത് p/q ഫോമിലാണ്, വേർ q ഇസ് നോട്ട് ഈക്വൽ ടു 0. ശരിയല്ലേ? 2നെ 2/1 എക്സ്പ്രസ് ചെയ്യാം. ഈ 1 എന്ന് പറയുന്നത് 0 ആണ്? അല്ല, 1 നോട്ട് ഈക്വൽ ടു 0. So this is of the form p/q where q not equal to 0. അതുകൊണ്ട് നമുക്ക് 2 എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്, സ്ക്വയർ റൂട്ട് ഓഫ് 9. ഇതേപോലെ പോസിറ്റീവ് വാല്യൂ മാത്രം എടുക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്താ? 3 ആണ് അല്ലെ? അപ്പോൾ +3 മാത്രം കൺസിഡർ ചെയ്യാം. സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ് ഇറാഷണൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ല അല്ലെ? അപ്പൊ അല്ലെങ്കിൽ എക്സാമ്പിളും പറയാൻ പറഞ്ഞു. ഇപ്പൊ നമ്മൾ 2 കേസ് പറഞ്ഞു. സ്ക്വയർ റൂട്ട് 4 കുറേ വാല്യൂസ് ഉണ്ട്. ഇപ്പോൾ √25 അല്ലെ? +5 കിട്ടും. അപ്പൊ അങ്ങനെ ഒരുപാട് സ്ക്വയർ റൂട്ട് ഓഫ് പോസിറ്റീവ് വാല്യൂസ് ഉണ്ട്. നമുക്ക് എന്ത് കിട്ടും? ഇറാഷണൽ അല്ല, നമുക്ക് റാഷണൽ നമ്പേഴ്സും കിട്ടും വാല്യൂ ആയിട്ട്. അപ്പൊ അതാണ് ഇവിടെ 2 എക്സാമ്പിൾ മെൻഷൻ ചെയ്തിട്ടുള്ള. സ്ക്വയർ റൂട്ട് ഓഫ് 4 2ഉം അതേപോലെ സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്നത് 3ഉം. ഈ പറഞ്ഞ 2 and 3 ഇപ്പൊ കിട്ടിയ ആൻസേഴ്സ് ഉണ്ടല്ലോ, 2 and 3, ഇത് രണ്ടും നമുക്ക് 2/1 3/1 ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. p/q ഫോമിൽ, ഏറ്റവും ബേസിക് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതേപോലെ ഈക്വലന്റ് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഈക്വലന്റ് റാഷണൽ നമ്പേഴ്സ് ആയിട്ടും എക്സ്പ്രസ് ചെയ്യാം. അപ്പൊ അത് റാഷണൽ നമ്പർ ആണ്, ഒരിക്കലും ഇറാഷണൽ അല്ല.
Next question. Show how square root 5 can be represented on the number line. നമ്മൾ ഓൾറെഡി ഇതുപോലെ റൂട്ട് 2 റെപ്രസെന്റ് ചെയ്തത് തിയറിയിൽ ഡിസ്കസ് ചെയ്താണ്. അതേപോലെ തന്നെയാണ് സെയിം സ്റ്റെപ്സ് ആണ് റൂട്ട് 5 റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഈ ഡയഗ്രാം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്പർ ലൈൻ കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ് ഫ്രം 0, അത് പോയിന്റ് എ ആണ്. ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക് 2 യൂണിറ്റ്സ് ലെങ്ത് ഉണ്ട്. ഇത് 0, എ എന്ന് പറയുന്നത് 0 ആണ്, ബി എന്ന് പറയുന്നത് 2-ലാണ്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എത്രയാണ്? 2 യൂണിറ്റ്സ് ആണ്. അത് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് ലെറ്റ് ലൈൻ എ ബി ഓഫ് 2 യൂണിറ്റ് ഓൺ എ നമ്പർ ലൈൻ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തത്. എ എന്ന് പറയുന്നത് 0-ലാണ്, ദെൻ ബി എന്ന് പറയുന്നത് 2 യൂണിറ്റ്സ് എപ്പാർട്ട് ഫ്രം എ ആണ്. ക്ലിയർ ആയാലും പോസിറ്റീവ് സൈഡിൽ. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എറ്റ് ബി ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ ബി സി ഓഫ് ലെങ്ത് 1 യൂണിറ്റ്. അപ്പോൾ ബി എന്ന് പറയുന്ന പോയിന്റ് 2-ലാണ്, അവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. ക്ലിയർ ആയാലും ഓഫ് എത്ര യൂണിറ്റ് ലെങ്ത് ആണ്? 1 യൂണിറ്റ് ലെങ്ത്. ഇപ്പോൾ ഇവിടെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് 1 ആണ് ഈ യൂണിറ്റ് ലെങ്ത്. ഓക്കെ, സോ ബി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പ് ജോയിൻ സി എ. ഇനി നമുക്ക് അപ്പോൾ നമ്മൾ ആദ്യം എ ബി കൺസിഡർ ചെയ്തു, ബിയിൽ നിന്ന് സിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചു, ഇനി സിയിൽ നിന്ന് എയിലേക്ക് ജസ്റ്റ് ഒരു ലൈൻ, ഓക്കെ, ലൈൻ സെഗ്മെന്റ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് എ സി എന്നുള്ള ലൈനും കിട്ടി, 3 ലൈൻസും കിട്ടി. നെക്സ്റ്റ് എ ബി സി ഇസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഇപ്പം നോക്കിയാൽ തന്നെ അറിയാം, കാരണം ബിയിൽ നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ ഇപ്പോൾ എ ബി സി എന്താ? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അല്ലേ? രണ്ട് സൈഡ്സിന്റെ സ്ക്വയറിന്റെ സം എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ്. സോ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? സി എ സ്ക്വയർ. ക്ലിയർ ആയല്ലോ? അതാണ് ഇവിടെ ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു സി എ സ്ക്വയർ. ഇനി നമുക്ക് വാല്യൂസ് അറിയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ബി എന്ന് പറയുന്നത് ഓൾറെഡി 2 ആണ് നമുക്കറിയാം, ബി സി എന്ന് പറയുന്നത് 1 ആണെന്ന് അറിയാം. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. എ ബി 2 ആണ്, ബി സി എന്ന് പറയുന്നത് 1 ആണ്. ആ വാല്യൂസ് ഇവിടെ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു സി എ. നമുക്ക് എത്രയാണെന്ന് അറിയില്ല, അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതാം, സി എ സ്ക്വയർ. അപ്പൊ സി എ സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ്. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 1 ദാറ്റ് ഇസ് 5. അപ്പോൾ സി എ സ്ക്വയർ ആണ് നമുക്ക് 5 കിട്ടിയത്. അപ്പോൾ സി എ കാണാൻ എന്ത് ചെയ്യണം? സ്ക്വയർ റൂട്ട് ഓഫ് 5 എടുക്കുക. സോ സി എയുടെ വാല്യൂ നമുക്ക് കിട്ടിയില്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 5. കാരണം ഈ ഒരു സ്ക്വയർ ആർച്ചസിൽ പോകുമ്പോൾ എന്താവും? സ്ക്വയർ റൂട്ട് ആവും. സോ നമുക്ക് സി എയുടെ വാല്യൂ എന്താ കിട്ടിയത്? സ്ക്വയർ റൂട്ട് 5. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള റൂട്ട് 5 എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? Thus CA is a line of length root 5 units. ഇനി നമ്മൾ വരയ്ക്കാം, അതായത് ഒരു ആർക്ക് വരയ്ക്കാൻ പോവാണ്. നമുക്ക് റൂട്ട് 5 എന്നുള്ള വാല്യൂ കിട്ടി. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു ആർക്ക് വരച്ചിട്ട് നമ്പർ ലൈനിൽ ഒരു പോയിന്റ് റെപ്രസെന്റ് ചെയ്യണം അല്ലേ? സോ നമ്മളിവിടെ O, അതായത് O അല്ല സോറി എ എന്ന് പറയുന്നത് 0-ലാണ്. എ എന്ന് പറയുന്നത് ഇനി സെന്റർ ആയിട്ട് എടുക്കുക. റേഡിയസ് എന്ന് പറയുന്നത് എ സി അല്ലെങ്കിൽ സി എ. ഓക്കെ, സി എ എ സി. അപ്പോൾ അതായത് റൂട്ട് 5 ആണ് റേഡിയസ്. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് 5 എടുക്കുക. ഓക്കെ, അത് മാത്രമല്ല സെന്റർ എന്ന് പറയുന്നത് എ ആയിട്ട് കൺസിഡർ ചെയ്യാം. ക്ലിയർ ആയല്ലോ? എന്നിട്ട് കോമ്പസ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ഈ ഒരു പോയിന്റ് ഫിക്സ് ചെയ്ത് ഈ ഒരു ലെങ്ത് റേഡിയസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് കോമ്പസ് യൂസ് ചെയ്തിട്ട് ഒരു ആർക്ക് നമ്പർ ലൈനിലേക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ഡോട്ടഡ് ലൈൻ ആയിട്ട് കാണിച്ചിട്ടുള്ളത്. മനസ്സിലായോ? ഈ ഒരു ലൈൻ. ഓക്കെ, എന്നിട്ട് ഈ ലൈൻ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് നമ്പർ ലൈനിൽ. അതാണ് ഈ ഒരു പോയിന്റ് കാണിച്ചത്. ലെറ്റ് ഇറ്റ് ബി പോയിന്റ് പി. ഓക്കെ, ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല, വേണമെങ്കിൽ പി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ശരിക്കും ഈ റൂട്ട് 5-ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ് ഓൺ നമ്പർ ലൈൻ ആണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ സെന്റർ നമ്മൾ ഇതേപോലെ എ ആയിട്ട് എടുക്കണം. റേഡിയസ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന നമ്പർ ഉണ്ടല്ലോ റൂട്ട് 5, അതായിട്ട് കൺസിഡർ ചെയ്യുക. ഒരു ആർക്ക് വരയ്ക്കുക, നമ്പർ ലൈനിൽ മീറ്റ് ചെയ്യുന്ന ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, അതാണ് റൂട്ട് 5 നമ്പർ ലൈൻ. ക്ലിയർ ആയല്ലോ? Last question.
ഐഡന്റിഫൈ എ റാഷണൽ നമ്പർ എമംഗ് ദ ഫോളോയിങ് നമ്പേഴ്സ്. ഇപ്പോൾ ജസ്റ്റ് സിമ്പിൾ ആണ്, ബട്ട് നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് റാഷണൽ നമ്പർ ഇറാഷണൽ നമ്പർ എന്താണെന്ന് ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. തന്നിരിക്കുന്നത് 2 + √2, 2 √2, 0 പൈ. ഓക്കെ, അപ്പോൾ 2 + √2, 2 √2, 0 പൈ. ഇതിൽ നോക്കിയാൽ തന്നെ അറിയാം 0 എന്ന് പറയുന്നതാണ് റാഷണൽ നമ്പർ. നേരത്തെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. 0 എന്ന് പറയുന്നത് 0/1, 0/5. ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ് ബൈ 0 ഡിവൈഡ് ബൈ എനിത്തിങ് ഗിവ്സ് ദ വാല്യൂ 0. അതുകൊണ്ട് നമുക്ക് p/q ഫോമിനെ എക്സ്പ്രസ് ചെയ്യാം അല്ലേ. p/q ഫോമിൽ 0നെ എക്സ്പ്രസ് ചെയ്യാം വേർ q is not equal to 0. ഞാൻ ഇവിടെ 1ഉം 5ഉം എല്ലാം നോൺ സീറോ വാല്യൂസ് ആണ്. സോ 0 എന്ന് പറയുന്നത് റാഷണൽ നമ്പർ ആണ്. ബാക്കി വാല്യൂസ് ഇപ്പോൾ ഓൾറെഡി √2 എന്ന് പറയുന്നത് ഇറാഷണൽ നമ്പർ ആണ്. ഇപ്പോൾ ഇറാഷണൽ നമ്പേഴ്സ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലംസ് നമുക്ക് തിയറി ഓൾസോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ 0 ആണ് റാഷണൽ നമ്പർ. ബാക്കിയെല്ലാം ഇതേപോലെ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. 2 √2, 2 + √2, പൈ ഇതെല്ലാം. ഓക്കെ, താങ്ക് യു.